ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഹിയറിംഗ് എയ്ഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വയ്ക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവർ മേടിച്ച് വയ്ക്കോ, അല്ലെങ്കിൽ ലീഗലി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഹിയറിംഗിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ആൻഡ് ദ ട്രൂത്ത് ഈസ് ദെയർ ഈസ് നോ സച്ച് പ്രോബ്ലംസ്. നിങ്ങൾ ഹിയറിംഗിയുടെ ഒരു ഫ്ലൈറ്റ് ട്രാവലിൽ അവിടുത്തെ സെക്യൂരിറ്റി പർപ്പസിനോ അവിടെ ഒന്നും യാതൊരുവിധ തടസ്സങ്ങളും ഈ ഹിയറിംഗിന് ഉണ്ടാക്കുന്നില്ല. നിങ്ങളെ സ്കാൻ ചെയ്യുന്ന ആ ഒരു TSA ഏജൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി ഏജന്റുകളുണ്ട് എയർപോർട്ടിൽ. അപ്പം അവിടുത്തെ ആ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സെക്യൂരിറ്റി ചെക്കപ്പിന് മുന്നേ അവിടുത്തെ പറയാം, ഞാൻ ഇങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്, ചെവിയിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയറായിട്ട് പറയാം. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഫ്ലൈറ്റ് യാത്രയിൽ നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് കൊണ്ട് മറ്റ് യാതൊരുവിധ സെക്യൂരിറ്റി ഇഷ്യൂസുകളോ ഇല്ല. ബട്ട് ഫ്ലൈറ്റ് യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോർമലി സാധാരണ കേൾക്കുന്ന ആ ഒരു സൗണ്ട് ക്വാളിറ്റി ചിലപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡിൽ കൂടെ ഫീൽ ചെയ്യണം എന്നതില്ല. വൈ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലൈറ്റ് യാത്രയിൽ ഓൾട്ടിറ്റ്യൂഡിന് വ്യത്യാസം വരികയാണ് അല്ലേ. നമ്മൾ ഒരു ഹയർ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോവുകയാണ്, അപ്പോൾ അവിടെ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകും. ആ ഒരു പ്രഷർ വേരിയേഷൻ നമ്മുടെ മിഡിൽ ഇയറിലെ പ്രഷറിനെയും അത് അഫക്റ്റ് ചെയ്യും. ഇത് റിലേറ്റഡ് പണ്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കാം. സോ ആ ഒരു പ്രഷർ വേരിയേഷൻസ് കാരണം നമ്മുടെ മിഡിൽ ഇയറിൽ കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് വരികയും അത് നമ്മൾ നോർമലി കേൾക്കുന്നതിനേക്കാളും ആ ഒരു കേൾക്കുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഹിയറിംഗ് ലെവൽസിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മൂന്നാറിലോ പൊന്മുടിയിലൊക്കെ ചിലപ്പോൾ പോകുമ്പോൾ നമ്മുടെ ചെവി അടയാറില്ലേ, അതുപോലെ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് റയറാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ഹിയറിംഗ് എയ്ഡിന്റെ അകത്ത് ഈ ഒരു കമ്പോണന്റിന്റെ അകത്ത് കുറച്ച് എയർ ഉണ്ട്. ഈ ഒരു ഹിയറിന്റെ അകത്ത് എയർ കാണില്ലേ, ആ ഒരു എയറിന്റെ ടെമ്പറേച്ചറിന് വ്യത്യാസം വരികയും അവിടെ കണ്ടൻസേഷൻ നടക്കുകയും അവിടെ മോയ്സ്ചർ, ഈർപ്പത്തിന്റെ പ്രസൻസ് വരികയും. അറിയാം, ഈർപ്പത്തിന്റെ പ്രസൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സാധനമാണ്, അവിടെ ആ ഒരു ടൈമിലത്തേക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ കേൾവിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യാനും സാധ്യതയുണ്ട്. ബട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കര റയറാണ്. നമ്മൾ ആ ഒരു യാത്ര കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്നിട്ട് ആ ഒരു ഡ്രൈയിങ് ജാറിൽ ഇട്ട് വയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇൻ ഷോർട്ട്, ഹിയറിംഗ് എയ്ഡ് ഒരു ഫ്ലൈറ്റ് യാത്രയിൽ വയ്ക്കുന്നത് കൊണ്ട് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ വരുന്നത് കാരണം നിങ്ങൾ കേൾക്കുന്നതിലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ ആ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യും എന്നല്ലാണ്ട് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഒരു ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹിയറിംഗ് എയ്ഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, like I always say, contact Mr. Nikhil Sajeev from Ilayadath Clinic. Okay, stay healthy. Okay, bye. മഴയൊക്കെയാണോ?